പേടിക്കണ്ട, അത് ഫേക്കാ. ഈ സമയം കൊണ്ട് ഏകദേശം 140ഓളം ആൾക്കാരാണ് എനിക്ക് ഈ ഒരു വീഡിയോ അയച്ചു തന്നിരിക്കുന്നത്. അത് ലോ റെസൊല്യൂഷനിൽ ഇങ്ങനെ കാണുന്നത് കൊണ്ടാണ് ശരിക്കും അത് റിയൽ ആയിട്ട് തോന്നുന്നത്. ഇതിന്റെ ഹൈ റെസൊല്യൂഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ഒട്ടും തന്നെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നിക്കില്ല. ഇത് കറക്റ്റ് ഒരു AI ജനറേറ്റഡ് വീഡിയോ എന്നുള്ളത് നമുക്ക് ശരിക്കും കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ വർഷം മാർച്ച് ആയപ്പോൾ കൊളംബിയയിലെ ബൂഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചെടുത്ത ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതൊന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സ്ഫിയർ പോലത്തെ സംഭവം ചുമ്മാ ആകാശത്തോടെ ഇങ്ങനെ പറന്നു കളിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു വീഡിയോയുടെ സിഗ്നിഫിക്കൻസ് എന്താ വെച്ചാൽ ഈ ഒരു UFO ഇല്ലേ അതിങ്ങനെ പറന്ന് ഒരു മലയുടെ മുകളിലേക്ക് പോയി. ആ മലയുടെ മുകളിലാണെങ്കിൽ ഒരുപാട് ലൈൻ കമ്പികൾ ഉണ്ടായിരുന്നു. അത് ഹൈ വോൾട്ടേജിൽ പോകുന്ന ലൈൻ കമ്പികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സംഭവം ആ ലൈൻ കമ്പിയിൽ തട്ടി നേരെ താഴത്തേക്ക് വീണു. അതായത് ഒരു അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ്, അത് എന്താന്നുള്ള കാര്യം നമുക്കറിയില്ല, അതിന്റെ ഒറിജിൻ നമുക്കറിയില്ല, അങ്ങനത്തെ ഒരു സംഭവം താഴെ ഭൂമിയിലേക്ക് വന്ന് പതിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങളിപ്പോ ഈ കാണുന്ന വീഡിയോ എടുക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ലോക്കൽസ് ആണ്. അപ്പൊ അവർ ഇങ്ങനത്തെ ഒരു സംഭവം ആകാശം സ്പോട്ട് ചെയ്തപ്പോൾ അവർ നേരെ ക്യാമറ എടുത്ത് വീഡിയോ എടുക്കുന്ന വിഷ്വൽസ് ആണ് നമുക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നത്. അതിനുശേഷം ഈ ഒരു സംഭവം താഴെ വീണപ്പോഴും അവർ ഇതിനെ പോയി റിട്രീവ് ചെയ്ത്, അതായത് ഇതിനെ പോയി എടുക്കുന്ന വീഡിയോ നമുക്ക് ഈ ഒരു ഫുട്ടേജ് നോക്കി കാണാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാണെങ്കിൽ ഒരു UFO മായ ശരിക്കും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫുട്ടേജ് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോസിലും ഇത്തരത്തിലുള്ള UAP എൻകൗണ്ടർ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള സിവിയർ ആയിട്ടുള്ള റേഡിയേഷൻ പോയിസണിങ് എഫക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സംഭവത്തെ ഇപ്പോൾ റിട്രീവ് ചെയ്തെടുത്ത ആൾക്കാർക്കും ഇതേപോലുള്ള ചെറിയ റേഡിയേഷൻ പോയിസണിങ് അടിച്ചു എന്നുള്ള രീതിയിലൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താ വെച്ചാൽ ഈ ഒരു UFOനെ പോയി അവരിങ്ങനെ എടുത്തില്ലേ, ആ സമയത്ത് ഈ ഒരു സംഭവത്തിന്റെ വെയിറ്റ് ഒരു 2 കിലോ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ സംഭവം ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്തില്ലേ ഈ സംഭവത്തിന്റെ വെയിറ്റ് 10-11 കിലോ വരെ ഉണ്ടായിരുന്നു. അതായത് എവിടെ നിന്നോ ഇല്ലാണ്ട് ഈ ഒരു സംഭവത്തിന്റെ വെയിറ്റ് ഡ്രമാറ്റിക്കലി ഇൻക്രീസ് ചെയ്തൊരു സിറ്റുവേഷൻ ആണ് ഇവിടെ സംഭവിച്ചത്. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയുന്നില്ല. അതുമാത്രമല്ല എന്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം, അതായത് ഒരു UFO ഗവൺമെന്റിന്റെ കൈപ്പെടാണ്ട് ഇതേപോലെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കൈപ്പെടുന്നത്. അതായത് ഈ ഒരു സംഭവത്തിന്റെ സ്കാനിങ് വീണ്ടും സ്റ്റഡീസ് എല്ലാം നടത്തുന്നത് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. അതായത് ഗവൺമെന്റ് ആയിട്ട് ഇവിടെ യാതൊരു ബന്ധമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം റിട്രീവ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ഈ ഒരു സംഭവത്തിന്റെ സ്കാനിങ് റിപ്പോർട്ടും എക്സ്റേ റിപ്പോർട്ടും പിന്നെ അകത്ത് എന്തൊക്കെയാണുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഒരു സ്റ്റഡി പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു UFOയുടെ ഹൈ റെസൊല്യൂഷൻ 3D മോഡലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് ഈ ഒരു സംഭവത്തിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 50ഓളം സെന്റിമീറ്റേഴ്സ് ആണ്. അതിനോടൊപ്പം തന്നെ വളരെ വിയേർഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസും ഈ ഒരു സംഭവത്തിന്റെ മുൻവശത്ത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കഴിഞ്ഞ വർഷം നവംബർ ഒരു 15-16 ആ സമയത്ത് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ ഇതേപോലെ ഒരു UFO പോലത്തെ ഒരു സംഭവം ഇങ്ങനെ ആകാശത്ത് പോയി നിന്നു. അതിങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ വന്ന് കിടക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലോകം മുഴുവൻ സ്പ്രെഡ് ആയ തരത്തിലുള്ള ഒരുപാട് ഇൻഫർമേഷൻ ആയിരുന്നു അത്. അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു സ്ഫെറിക്കൽ UFO ഇല്ലേ അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എനിക്ക് കറക്റ്റ് അങ്ങനെയാണ് തോന്നുന്നത്. മാഞ്ചസ്റ്റർ എയർപോർട്ടിലത്തെ ആ ഒരു UFO താഴെ വീണിട്ട് അത് ആര് കൊണ്ടുപോയത്, എങ്ങോട്ട് പോയെന്നുള്ള കാര്യം നമുക്ക് ഇതുവരെ ഒരു പൊടി പോലെ നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിന്റെ കേസ് അങ്ങനെയല്ല. സയന്റിഫിക് അനാലിസിസ് അനുസരിച്ച് ഈ ഒരു സംഭവം ഒരു മെറ്റാലിക് സ്ഫിയർ ആണെന്നുള്ള ഒരു കാര്യമാണ് അവർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത് മാത്രമല്ല ഇതൊരൊറ്റ മെറ്റാലിക് സ്ഫിയർ മാത്രമല്ല 3 ലേയേഴ്സും കൂടി ചേർന്നിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിട്ടാണ് അവരെല്ലാരും പറയുന്നത്. അങ്ങനെയാണ് സ്കാനിങ് റിപ്പോർട്ട്സ് പറയുന്നത്. എന്നാൽ നിങ്ങളിപ്പോ ഈ കാണുന്നത് ഈ ഒരു സ്ഫിയറിന്റെ എക്സ്റേ സ്കാൻ ആണ്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 18 മൈക്രോ സ്ഫിയേഴ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അത് ചെറിയ ഒരു വെള്ള കുത്തുകളാണെന്നില്ലേ, അതിനെയാണ് ശരിക്കും ഒരു മൈക്രോ സ്ഫിയേഴ്സ് എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ ഒരു നോമൻക്ലേച്ചർ ആണ് ശരിക്കും എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. അങ്ങനത്തെ ഒരു പേരാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. പിന്നെ വേറൊരു കുഴപ്പം എന്താ വെച്ചാൽ ഈ സ്ഫിയറിൽ യാതൊരു രീതിയിലുള്ള വെൽഡിംഗ് സ്പോട്ട്സോ സീംസോ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റില്ല. ഇതിന് ചുറ്റും ഒരു ബാൻഡ് പോലത്തെ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ രണ്ട് ഹാഫുകളില്ലേ, അതായത് ഈ സ്ഫിയർ 2 ഹാഫാന്ന് വെച്ചാൽ 2 പകുതിയായെന്ന് വിചാരിച്ചോ, ആ 2 പകുതിയും കൂടി യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും രീതിയിലുള്ള സീംസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ലൈനോ ജോയിന്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതിന്റെ അകത്ത് യാതൊരു രീതിയിലുള്ള വെൽഡിംഗ് സ്പോട്ട്സോ സീംസോ ലൈനോ ജോയിന്റോ ഒന്നും തന്നെ കാണാൻ പറ്റില്ല. ഒരൊറ്റ സ്ഫിയർ പോലത്തെ ഒരു സ്ട്രക്ചർ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് റിസർച്ചേഴ്സ് കൺക്ലൂഡ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഒരു സംഭവമല്ല, ഇതൊരു നോൺ ഹ്യൂമൻ ടെക്നോളജി ആണെന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാർ സ്പെക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോഴും സ്പെക്കുലേഷനിൽ നിൽക്കാനുള്ള കാരണം നമുക്ക് ഇതിന്റെ കൂടുതൽ ഡേറ്റ കിട്ടാത്തത് കൊണ്ടാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഇതിന്റെ മുൻവശത്ത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ നടുക്ക് ഒരു ചിപ്പ് പോലത്തെ എന്തൊരു സംഭവം, ഒരു ഡിസൈൻ പോലത്തെ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന് ചുറ്റുമാകട്ടെ ഒരു 5 പിരമിഡിക്കൽ സ്ട്രക്ചർ പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു 5 ട്രയാങ്കുലർ പാറ്റേൺസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതേപോലത്തെ
കണ്ട 5 ഷേപ്പുകൾ നമുക്ക് ഇതിന്റെ മുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു സെമി സർക്കിൾ പോലത്തെ കുറച്ച് ഒരു 5 ഷേപ്പുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഷേപ്പുകളുടെ അകത്തെല്ലാം ഇതേപോലെ റൗണ്ട് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു UFO കിട്ടാവുന്ന ഫീച്ചേഴ്സ്. പക്ഷേ കുഴപ്പങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ എന്റെ കോളേജ് ടൈം പോലെ തന്നെ അനിനാക്കിനെ പറ്റിയിട്ടും ഏൻഷ്യൻ സുമേരിയൻസിനെ പറ്റിയിട്ടും അങ്ങനെ പല പല ഏൻഷ്യൻ കൾച്ചേഴ്സിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിമ്പിൾസ് വളരെയധികം പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി. ഈ ഒരു UFOയുടെ ചുറ്റും കൊടുത്തിരിക്കുന്ന സിമ്പിൾസ് ഇല്ലേ, അത് ശരിക്കും ഏൻഷ്യൻ സുമേരിയൻ മെസപ്പൊട്ടേമിയൻ ടെക്സ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന അവരുടെ ക്യൂണിഫോം ടാബ്ലറ്റ്സ് ഒക്കെ കാണാൻ കഴിയുന്ന തരത്തിലുള്ള സിമ്പിൾസ് ആണ്. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ സ്ക്രീനിൽ കാണിക്കാം. അതായത് നമുക്ക് എന്താണെന്ന് അറിയാൻ പാടാത്ത ഒരു സംഭവത്തിന് പുറത്ത് കൊത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഏൻഷ്യന്റ് ആയിട്ടുള്ളത് പ്രീഹിസ്റ്റോറിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സിമ്പിൾസ് ലാംഗ്വേജസ് ഒക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ സാൻസ്ക്രിറ്റ് ലാംഗ്വേജിന്റെ ഒരു സിമ്പിളും കാണാൻ പറ്റും. അതിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ ഗ്രേറ്റ് പിരമിഡ്സിന്റെ പുറത്ത് കൊടുത്തിരിക്കുന്ന ഒരു സിമ്പിൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോകത്തിലുള്ള മിക്ക മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സംഭവത്തിൽ കാണാൻ പറ്റും. അതും ഇതൊരു UFO കൂടിയാണെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ മുന്നേ ചെയ്ത വീഡിയോസിലെല്ലാം ഫീച്ചർ ചെയ്തിരിക്കുന്ന ഒരു പിക്ചറാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. അതായത് ഈ പിക്ചറിന്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലും ടോപ്പ് റൈറ്റ് കോർണറിലും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ഒരു UFO പോലത്തെ സംഭവം ഇങ്ങനെ ആകാശം നിൽക്കുന്നത് കാണാൻ പറ്റും. ഇപ്പൊ UFO ഞാൻ പറയാൻ കാരണം ആ കാലത്ത് ആൾക്കാരുടെ ഭാവന എന്തോരം പോകുന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. പക്ഷേ ഇത് കണ്ടിട്ട് ഒരു പറക്കുന്നളി പോലത്തെ ഒരു സംഭവത്തിന്റെ അകത്ത് ഒരാളിരുന്നിട്ട് എന്തൊരു സംഭവം ഇരുന്നിട്ട് അതിങ്ങനെ പറക്കുന്ന രീതിയിലാണ് ശരിക്കും എനിക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ ഒരു പിക്ചർ ശരിക്കും നമ്മളോട് കോംപ്രിഹെൻഡ് ചെയ്യുന്നത്. അനിനാക്കിനെ പറ്റി ഞാൻ എപ്പോൾ പഠിച്ചിട്ടുണ്ടോ അപ്പൊ ഞാൻ കേൾക്കുന്ന ഒരു വാക്കാണ് ഫോളൻ ഏഞ്ചൽസ് എന്ന് പറയുന്ന ഒരു സംഭവം. ഈ ഒരു വാചകം കണ്ടുവരുന്നത് നമ്മുടെ സ്വന്തം ബൈബിളിൽ നിന്നാണ്. അതായത് ആകാശത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഏഞ്ചൽസ് വരികയും അവർ പല രീതിയിലും മനുഷ്യരായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ദൈവത്തിനെതിരെ പ്രവർത്തിക്കുകയും അങ്ങനെ പല പല സ്റ്റോറീസ് നമുക്ക് ബൈബിളിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരുപാട് റിസർച്ചേഴ്സും മോഡേഴ്സും സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഫോളൻ ഏഞ്ചൽസ് എന്ന് ബൈബിളിൽ ഉദ്ദേശിക്കുന്നത് അനിനാക്കിനെയാണെന്നാണ്. ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയേണ്ടി വരും. അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫ്യൂച്ചർ വീഡിയോസ് നമുക്ക് ചെയ്യാം. പക്ഷേ ഈ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ഓർബിനെ പറ്റി നോക്കാം. ഈ സമയം കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്, ഇതിനെപ്പറ്റി സ്പെക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഇത്ര ഫ്രീ ആയിട്ട് ഒരു UFOനെ കയറി ഇങ്ങനെ പിടിക്കുന്നത് കാണാൻ പറ്റുന്നത്. അതായത് ഇവർ നോക്കുകയാണെങ്കിൽ ഇവർ കൈകൊണ്ടാണ് ഈ ഒരു UFOനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയ ഡൗട്ടുകളൊക്കെ അടിച്ചായിരുന്നു. ഇത് ശരിക്കും റിയൽ ആയിരിക്കും? ഇത്തരത്തിലുള്ള അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള നമുക്കറിയാൻ പാടില്ലാത്ത ഈ ഒരു ഒബ്ജക്റ്റിന് ഇത്ര ഫ്രീ ആയിട്ട് ആൾക്കാർ ഹാൻഡിൽ ചെയ്യും? ഇതിന്റെ ടെക്നോളജി എന്താന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. ഇത് പറക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. ഇതിന് വിസിബിൾ ആയിട്ടുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റം നമുക്ക് കാണാൻ കഴിയുന്നില്ല, യാതൊരു സൗണ്ട് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമുക്കറിയാൻ പാടില്ലാത്ത എന്തോ ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ് ഇത് പറക്കുന്നത്. ഇവർ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് അറിയാൻ പാടില്ലാണ്ട് നമ്മൾ ആരെങ്കിലും ഇതിനെ കയറി പിടിക്കുമോ? അതും ഇത് കൈകൊണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഈ പറയുന്ന റിസർച്ചും സയന്റിസ്റ്റുമാർ തന്നെയാണ്. അപ്പൊ തന്നെ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ വന്നു തുടങ്ങിയായിരുന്നു. അപ്പൊ എന്റെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ഒന്നുകൂടി കണ്ടുനോക്കി. 4 മിനിറ്റോളം ലെങ്ത് ഉള്ള ഈ ഒരു വീഡിയോ നമ്മൾ നോക്കുമ്പോൾ ഇദ്ദേഹം ആ ഒരു UFOനെ ട്രാക്ക് ചെയ്ത് വീഡിയോ എടുക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം ഇദ്ദേഹവും ആ ഒരു UFO തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ദൂരത്ത് നിന്ന് ഈ ഒരു UFOക്ക് ഈ ഒരു സൈസ് ഉണ്ടാവുമെങ്കിൽ ഇത് അത്യാവശ്യം വലിയൊരു UFO ആവാനാണ് സാധ്യത. അതും ഇവർ പറയുന്ന പോലെ ഒരു 50 സെന്റിമീറ്റർ മാത്രമാണ് ഇതിന്റെ ഡയമീറ്റർ. ഇപ്പൊ 50 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടാവും. ഇത്രയും വലിയൊരു UFOനല്ല നമുക്ക് ഈ ഒരു വീഡിയോ കാണാൻ കഴിയുന്നത്. അത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഫ്രെയിം നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു UFO താഴെ വീണ് നടന്നപ്പോൾ അത് പോയി എടുക്കാൻ പോകുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വളരെ വലിയൊരു UFO ആണെന്നുള്ളത്. ഇത് 50 സെന്റിമീറ്റർ ഒന്നല്ല, മിനിമം ഒരു 1 to 1.25 മീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു സംഭവമാണ് ശരിക്കും നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. ശരിക്കും ഇയാളുടെ ഒരു സൈസും ആ ഒരു സംഭവം വെച്ച് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇനി ഇതേ സംഭവം ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോയുടെ ഒരു ഫ്രെയിം നമുക്ക് എടുത്തു നോക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെയധികം ചെറിയൊരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതും ഇത് വളരെയധികം പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ ഒരു സംഭവം ആകാശത്ത് നിൽക്കുമ്പോൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ്, അതായത് ഒരു മെറ്റാലിക് സ്ഫിയർ പോലെ അല്ല ശരിക്കും ഇവിടെ തോന്നുന്നത്. യാതൊരു ഇതിലുള്ള സണ്ണിന് റിഫ്ലക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയില്ല. ഈ UFOയുടെ ചുറ്റും ഒരു റിംഗ് പോലത്തെ ഒരു സംഭവം കാണുന്നില്ലേ, ആ ഒരു സംഭവം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല. സൂം ചെയ്ത് നോക്കിയാലും അങ്ങനത്തെ ഒരു ഫീച്ചർ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല. അതിനോടൊപ്പം ഒരു വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ ഒരു സംഭവത്തെ ഇവർക്ക് കിട്ടിയപ്പോൾ ഇത് വേറെ 2 കിലോ മാത്രമായിരുന്നു. അതിനുശേഷം ഒരു ലാബിൽ കൊണ്ട് നോക്കിയപ്പോഴുണ്ട് ഇതിനൊരു 11-10 കിലോ ഉണ്ടെന്നാണ് ഇവർ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ പറയുന്നുണ്ട്. എന്റെ ഒരു ഊഹാമോഹം അനുസരിച്ച് ഇതൊരു ഫേക്ക് കേസ് ആവാനാണ് സാധ്യത. അതായത് ഇവർ ഈ വീഡിയോയിൽ കാണിക്കുന്ന UFO അല്ല പിന്നീട് ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നത്. അതിപ്പോ എന്റെ അടുത്താണ് ഒരു UFO കിട്ടിയെങ്കിൽ ഞാൻ ഒരിക്കലും അതിനെ തൊടാൻ പോലും നിൽക്കില്ല, ഞാൻ ദൂരെ മാറ്റി നിർത്തുള്ളൂ. കാരണം അതിന്റെ ടെക്നോളജി എന്താണെന്നോ, അത് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് എന്താണെന്നോ, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നോ അതൊന്നും നമുക്ക് അറിയാൻ പാടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരിങ്ങനെ തൊട്ട് തലയോടിക്കൊണ്ടിരിക്കുന്നത്.
ഞാനിത് ഫേക്ക് ആണെന്ന് പറയാൻ മെയിൻ കാരണക്കാരൻ ഇദ്ദേഹമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മെക്സിക്കോയിൽ വെച്ചിട്ട് ഇതേപോലെ ഏലിയൻസിനെ കിട്ടി, ഏലിയൻസിന്റെ മമ്മിഫൈഡ് ബോഡി കിട്ടി എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മുടെ മലയാളം മീഡിയാസ് ഒക്കെ ഇങ്ങനെ കൊട്ടിഘോഷിച്ചുണ്ടായിരുന്ന ഒരു വാർത്തയാണ്. അതിനെപ്പറ്റി നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഈ ഒരു മമ്മിഫൈഡ് ആയിട്ടുള്ള ഏലിയൻ ബോഡിയുടെ വയറ്റിന്റെ ആദ്യം ഇതേപോലെ ഒരുപാട് മുട്ടകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെയാണ് ഞാൻ കേട്ടത്. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഈ ഏലിയൻ ബോഡീസിൽ ഒരുപാട് ഫർദർ സയന്റിഫിക് സ്റ്റഡീസ് നടത്തിയപ്പോഴാണ്, അത് ഒരുപാട് എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയപ്പോഴാണ് ഇതിന്റെ അകത്തുള്ള ബോൺസില്ലേ, അതായത് എല്ലുകളില്ലേ, അത് പല പല മൃഗങ്ങളിൽ നിന്ന് ഇങ്ങനെ സോഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ റെട്രോഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സംഭവമായിട്ടാണ് അവർക്ക് മനസ്സിലായത്. അതായത് ഇത് ശരിക്കും ഒരു ഫേക്ക് കേസ് എന്നുള്ള ഒരു കാര്യം അന്നേ തെളിയിച്ചതാണ്. ഈ മമ്മിഫൈഡ് ആയിട്ടുള്ള ഏലിയൻ ബോഡീസിന്റെ അടുത്ത് നിൽക്കുന്ന ഇദ്ദേഹത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇദ്ദേഹം തന്നെയാണ് ഈ ഒരു UFOയുടെ പിന്നിൽ നിൽക്കുന്നത്. അതായത് കൊളംബിയയിൽ വന്ന് തകർന്ന് വീണ ആ ഒരു UFO ഇല്ലേ, അതായത് ഈ ഒരു സംഭവം ഇല്ലേ, താഴത്തേക്കിന് വീണില്ലേ, ആ ഒരു സംഭവം റിട്രീവ് ചെയ്തെടുത്തിട്ട് അതിന്റെ ഫർദർ ടെസ്റ്റിംഗും അനാലിസിസ് ഒക്കെ നടത്തിയത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ ഒരു ടീമാണ് ശരിക്കും നടത്തിയത്. ഇതിനു മുമ്പ് ഇദ്ദേഹം ചെയ്ത ഒരു പരിപാടി വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയതുകൊണ്ട്, അതായത് ഒരു കാട്ടുതീ സ്പ്രെഡ് ചെയ്യുന്ന പോലെയാണ് ശരിക്കും സ്പ്രെഡ് ആയത്. അദ്ദേഹം തന്നെയാണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു UFO പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്. അതുകൊണ്ടാണ് ശരിക്കും എനിക്ക് വളരെയധികം ഡൗട്ട് അടിച്ചു തുടങ്ങിയത്. ഈ സമയം കൊണ്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, അതായത് ബൂഗാസ്ഫിയർ എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ്, ഇത് ഒറിജിനലാണോ? അതിന്റെ എന്റെ ടേക്ക് ആണ് ശരിക്കും ഞാൻ ഇപ്പോൾ പറയുന്നത്. ഈ UFO ഏലിയൻസ് എന്നുള്ള സംഭവം ഇല്ലേ, അതെന്താന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയാൻ പാടില്ല. ഇതിനെപ്പറ്റി യാതൊരു ഫിസിക്കൽ എവിഡൻസ് കിട്ടാത്തതുകൊണ്ടാണ് സയന്റിഫിക് കമ്മ്യൂണിറ്റി ഇതിങ്ങനെ തള്ളിക്കളഞ്ഞ് ഇങ്ങനെ മാറ്റി വെച്ചേക്കുന്നത്. പക്ഷെ ആ ഒരു സമയത്താണ് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ നമുക്ക് കിട്ടി എന്ന് പറഞ്ഞ ന്യൂസ് കിട്ടുന്നത്. മിക്കവാറും പബ്ലിക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തൊരു പണിയായിരിക്കും. ഇതിനെപ്പറ്റി എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല, കാരണം ഡീറ്റെയിൽസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആണ്. അപ്പൊ ബൂഗാസ്ഫിയറിനെ പറ്റിയിട്ടുള്ള എന്റെ അനാലിസിസ് ആണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത്. മിക്കവാറും മലയാളത്തിൽ ഞാൻ മാത്രമായിരിക്കും ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടാവാം. പിന്നെ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കം കാണിച്ച ഒരു സംഭവമില്ലേ, ആ ഒരു ഏലിയന്റെ ഒരു സംഭവമില്ലേ, അത് ശരിക്കും ഫേക്ക് ആണ്. നിങ്ങൾ ആരും എന്നെ വിശ്വസിക്കരുത്. ഇങ്ങനത്തെ സംഭവം ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.